എല്ലാ കൂട്ടുകാർക്കും സ്കോർ ചെയ്യുക മലയാളത്തിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ NTPC പരീക്ഷ ഇങ്ങ് എത്താറായി അല്ലെ. പരീക്ഷ ജൂണിലാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് ഈ അടുത്ത് പല ചാനലുകളിൽ നമ്മൾ കണ്ടു. അത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ടായി. കാരണം അതിന്റെ സ്പെല്ലിംഗ് NTPC എന്നല്ല NPTC എന്നായിരുന്നു. ഇനി അത് ഫേക്ക് ആയാലും അല്ലെങ്കിലും എക്സാം ഉടനെ തന്നെ കാണുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ബാക്കി എല്ലാ എക്സാംസിന്റെയും ഏകദേശം കാര്യങ്ങളും അതിന്റെ ഡേറ്റുകളൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയ് മാസം തൊട്ട് തന്നെ നമ്മൾ എക്സാമിന്റെ ഡേറ്റ് എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. മെയ് മാസം തൊട്ട് എക്സാമിന്റെ ഡേറ്റ് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി ഏകദേശം ഒരു മാസമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ ലാസ്റ്റ് ലാപ്പ് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ഓൾറെഡി ആസിഫ് സാർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം പോയി കാണുക. ഇത് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഫൈനൽ ലാപ്പിൽ ഏറ്റവും അവസാനത്തെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം? NTPCയിൽ ഒരു ജോലി നേടുക എന്നുള്ളതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ആ വിജയ മന്ത്രം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു ത്രിരത്നാസ്, നമ്മൾ ബുദ്ധിസവും ജൈനിസവും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയാം, നമ്മൾ ത്രിരത്നാസ് എന്ന് അവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സക്സസിന് വേണ്ടി ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ത്രിരത്നാസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ത്രിരത്നാസ് ഫോർ യുവർ സക്സസ്. 3 കാര്യങ്ങളാണ് നിങ്ങൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ആസിഫ് സാർ ചെയ്തിട്ടുള്ള ഈ വീഡിയോ കൂടെ ഒന്ന് പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈനൽ ലാബ് പ്രിപ്പറേഷൻ, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് സാറ് എക്സാമിന്റെ കാര്യങ്ങളും അത് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കൈവശം വേണ്ട 3 രത്നങ്ങൾ, 3 മുത്തുകൾ എന്താണെന്നുള്ളത് നോക്കാം. എന്താണ്? 1, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നടത്തണം. അപ്പൊ ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഇത് കേട്ട് നമ്മുടെ ക്ലാസ് എടുത്ത കുട്ടികൾക്ക് തന്നെ കേട്ട് മടുത്ത് കാണും. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിവിഷൻ അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കുന്നു, പിന്നെ എന്ത് ചെയ്യണം? റിവിഷൻ നടത്തണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പഠിച്ചാലും ആ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യും? ക്രാക്ക് ചെയ്യും. അത് ഗ്യാരണ്ടിയാണ്. കാരണം ഈ ഒരു 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. NTPCക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് ഓരോന്നായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? PYQ അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അതിന്റെ ഗുണം എന്താ? അത് ഒന്നാമത് വെയിറ്റേജ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. വെയിറ്റേജ്, അതായത് ഓരോ ടോപ്പിക്കുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഷയം എടുക്കുകയാണ്, ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സിനകത്ത് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. NTPC സിലബസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. ആ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ വെയിറ്റേജ്, എത്രത്തോളം ചോദ്യങ്ങൾ മുന്നേ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. എക്സാമ്പിൾ ഇതാ, ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ ഫൈനൽ ലാപ്പിന്റെ വീഡിയോയിൽ ആസിഫ് സാർ ചെയ്തിട്ടുള്ള ആ ഷിഫ്റ്റിന്റെ ഒരു അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്സിന് 30 ചോദ്യം, റീസണിങ്ങിന് 30 ചോദ്യം, ജനറൽ അവയർനെസ്സിന് ചോദിച്ചിട്ടുള്ള 40 ചോദ്യത്തിനെ ഇവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു ചോദ്യമേ ഉള്ളൂ. എൻവയോൺമെന്റിൽ നിന്ന് ഒരു ചോദ്യമേ ഉള്ളൂ. ഹിസ്റ്ററി നോക്കുക, 8 ചോദ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, പക്ഷെ ഇത് അടുത്ത ഷിഫ്റ്റ് അല്ലെങ്കിൽ അടുത്തൊരു പേപ്പർ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു വെയിറ്റേജ് മാറാം. 8 എന്നുള്ളത് ചിലപ്പോൾ 6 ആയിരിക്കാം. അപ്പോൾ അതനുസരിച്ച് ബാക്കി സബ്ജക്റ്റുകൾ എന്തായിരിക്കും? ഏറ്റക്കുറച്ചിൽ വരാം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനാലിസിസ് നടത്തണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് പഠിക്കാനിരുന്നു, സയൻസ് പഠിക്കാൻ, NTPCക്ക് സയൻസ് പഠിക്കാനിരുന്നു, 1 മാർക്കോ 2 മാർക്കോ മാക്സിമം വരുന്ന ഒരു പാഠഭാഗത്തിന് നിങ്ങൾ എത്ര സമയം കൊടുക്കും? നിങ്ങൾ 10 ദിവസം കൊടുക്കുകയാണ്. ഇനിയുള്ള ഒരു മാസത്തിൽ 10 ദിവസം ഫിസിക്സ് പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ടത്തരമല്ലേ? ആണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങളെ സഹായിക്കുന്നു. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. നിങ്ങളുടെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഡിഫിക്കൽട്ടി ലെവൽ. ഓരോ എക്സാമിന് ഇപ്പോൾ നിങ്ങൾ NTPC ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ NTPCയുടെ ഡിഫിക്കൽട്ടി ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും ജൂനിയർ എഞ്ചിനീയറിന്റെയും അങ്ങനെ RRB കണ്ടക്ട് ചെയ്യുന്ന ഒരു 4 പരീക്ഷകളുടെ പേപ്പർ എടുത്ത് നോക്കിയിട്ട് 4 എണ്ണത്തിലും സയൻസ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് ഡി ഈ പറഞ്ഞ പോലെ ജൂനിയർ എഞ്ചിനീയർ പോലുള്ള പരീക്ഷകൾക്ക് സയൻസ്, ഫിസിക്സ് ഭാഗത്തു നിന്നൊക്കെ പ്രോബ്ലംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്റ്റിക്സിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ NTPCയിൽ അത്ര കണ്ട് പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ല. കുറച്ചുകൂടെ ഈസിയാണ് നമുക്ക് സയൻസിന്റെ എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന NTPC അപേക്ഷിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഡിഫിക്കൽട്ടി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ
NTPCക്ക് പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് pH എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും 25 മാർക്കാണ് എവിടെ കൊടുക്കുന്നത്, ഗ്രൂപ്പ് ഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കേണ്ട കുട്ടി എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഈ പറഞ്ഞ പ്രോബ്ലം ഒക്കെ പഠിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്, ഐഡന്റിഫൈങ് ഹോട്ട് ടോപ്പിക്സ്. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളുടെ മാർക്ക് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഹിസ്റ്ററിയിൽ 8 മാർക്ക് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ ഷിഫ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാണും, വേൾഡ് ഹിസ്റ്ററി കാണും അല്ലെ, ഏൻഷ്യൻ ഹിസ്റ്ററി കാണും, മോഡേൺ ഹിസ്റ്ററി കാണും, മെഡീവൽ ഹിസ്റ്ററി കാണും. ഇനി ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിനകത്ത് തന്നെ പല കാര്യങ്ങളുണ്ട് അല്ലെ. പ്രീ ഹിസ്റ്ററി ഉണ്ട്, IVC ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, അതിനുശേഷം വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഭാഗങ്ങൾ എടുത്ത് പഠിക്കണം? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് NTPC അല്ലെങ്കിൽ പൊതുവിൽ RRBക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏരിയാസും ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏരിയാസും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ടേബിൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോൺ ഏജ് അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നിന്ന് നമുക്ക് മാക്സിമം ചുരുക്കിയിട്ടാണ് ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപോലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒരെണ്ണത്തിനെ മാത്രം എടുത്ു, ഒരു ചോദ്യം പോലെ ഇരിക്കുന്ന എല്ലാ ചോദ്യങ്ങളെയൊക്കെ മാറ്റി ഏറ്റവും ചുരുക്കി ഒരു 250 ചോദ്യങ്ങളുടെ ഒരു ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ 8 ചോദ്യമേ എവിടെ നിന്നുള്ളൂ, സ്റ്റോൺ ഏജിൽ നിന്നുള്ളൂ. IVCയിൽ നിന്ന് 34 ചോദ്യമുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള വെയിറ്റേജുകൾ, ഇത്തരത്തിലൊരു ടോപ്പിക്, അപ്പൊ നിങ്ങൾ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കാനിരിക്കുന്ന കുട്ടികൾ ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്നിട്ട് സ്റ്റോൺ ഏജ് ഇരുന്ന് പഠിക്കുകയാണ്. കാര്യമുണ്ടോ? ചോദ്യങ്ങൾ വളരെ കുറവാണ്. 8 ചോദ്യം ഉള്ളൂ എന്ന് പറഞ്ഞാൽ 100 ചിലാൻ ഷിഫ്റ്റുകൾ നടത്തുന്ന പരീക്ഷയിൽ 8 ചോദ്യം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 10 ഷിഫ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ എന്നർത്ഥം. നേരെ മറിച്ച് ഇൻഡസ് വാലി സിവിലൈസേഷനോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗുപ്ത പീരീഡോ മൗര്യ പീരീഡോ ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ബുദ്ധിസം ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതുകൊണ്ടാണ് ഏത് പരീക്ഷ എടുത്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആ ഒരു വജ്രം, ഫസ്റ്റ് രത്ന നമ്മൾ കവർ ചെയ്തു. എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടന്റ് ആവണമെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇനി എങ്ങനെയാണ്? അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ജനറൽ അവയർനെസ്സിന് വേണ്ടി ഒരു ഓറിയന്റേഷൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, മാത്സിന് വേണ്ടി ഒരു ഓറിയന്റേഷൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, റീസണിങ്ങിന് വേണ്ടി ഒരു ഓറിയന്റേഷൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഏതൊക്കെ ഈ വിഷയങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ്, നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ പോയി നോക്കുക, എന്നിട്ട് റിവിഷന് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഇനി ഈ വീഡിയോ കാണാനും നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. മാത്സ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, റീസണിങ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇനി ജനറൽ അവയർനെസ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയേ? ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം, അടുത്ത രത്നത്തിലേക്ക് വരാം. എന്താണ് റിവിഷൻ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചു, എല്ലാ ഹോട്ട് ടോപ്പിക്സും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഹോട്ട് ടോപ്പിക്സ് ഇതാണ്. അപ്പോൾ ബുദ്ധിസത്തിന് ഞാൻ വെയിറ്റേജ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഞാൻ വെയിറ്റേജ് കൊടുക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യണം? അതിനെ റിവൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നോട്ടുകൾ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവനെ പഠിക്കണം. അപ്പോൾ മാത്സും റീസണിങ്ങും ആണെന്നുണ്ടെങ്കിൽ എന്താണ് റിവിഷന് വേണ്ട വഴി? മാത്സ് റീസണിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ PWFന്റെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷന്റെ ആപ്തവാക്യം എന്താണ്? പ്രാക്ടീസ് മോർ സ്കോർ മോർ. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ട് അതിനകത്ത് നിന്ന് ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സ്പീഡ് ഈ ട്രിക്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ട്രിക്കുകൾ, എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും? ലെസ് പേപ്പർ ടൈം, പേനയും പേപ്പറും ഉപയോഗിക്കുന്ന സമയം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എഴുതി കണക്ക് കൂട്ടുന്ന പരിപാടി അവസാനിപ്പിക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിലോ +2 എക്സാമിനോ അല്ല പഠിക്കുന്ന, ബോർഡ് എക്സാമിനോ അല്ല പഠിക്കുന്ന, എത്ര സ്റ്റെപ്പ് എഴുതുന്നുള്ളതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനും പോണില്ല. എത്ര കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാശ് അല്ലെ, അതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇനി ഇവിടെ നിന്നുള്ള സമയങ്ങൾ ശ്രദ്ധിക്കുക. പാനയും പേപ്പറും മിനിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ടായിരിക്കും, മാത്സും റീസണിങ്ങും ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി ജനറൽ അവയർനെസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ കൈവശമുള്ള ഷോർട്ട് നോട്ട്സ്, നിങ്ങളുടെ കൈവശം ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ആ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ആൻഡ് മറക്കാത്തൊരു കാര്യം എന്താ? കറണ്ട് അഫെയർ സ്കിപ്പ് ചെയ്യാതിരിക്കുക അല്ലെ. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്ന പഠിച്ചു ഓക്കെ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞിരിക്കരുത്. എന്ത് ചെയ്യണം? കറണ്ട് അഫെയർസ് പഠിക്കണം. കറണ്ട് അഫെയർസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതും എത്രയൊക്കെ കമ്പൈലേഷൻസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഓറിയന്റേഷനിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് റിവിഷനിൽ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
റിവിഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? എക്സാം ടഫ് ആയിക്കോട്ടെ, നിങ്ങൾ എഴുതാൻ പോകുന്ന NTPC പരീക്ഷ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഷിഫ്റ്റ് അങ്ങേയറ്റം ടഫ് ആണെന്ന് വിചാരിക്കുക. പോട്ടെ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഷിഫ്റ്റ് ഈസി ആണെന്ന് വിചാരിക്കുക. ഇനി എക്സാം ടഫ് ആയാലും ഈസി ആയാലും റിവിഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വരാൻ പോകുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് ഓക്കെ ഇതെൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, റിവൈസ് ചെയ്യാൻ പറ്റിയില്ല. ഈ റിവൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താ? ഓപ്ഷൻസ് ഒരുപോലുള്ള ഓപ്ഷൻസ് കാണുമ്പോൾ അറിയാമെന്ന് തോന്നലുള്ളത് കൊണ്ട് നിങ്ങൾ അത് കൊണ്ടുപോയി കുത്തും, തെറ്റാനുള്ള സാധ്യത കൂടും. അപ്പൊ എന്താ പ്രശ്നം വരുന്നത്? പഠിച്ച ഭാഗത്തു നിന്ന് വന്ന ഒരു ചോദ്യം പോലും തെറ്റിക്കരുത്, അതിന് റിവിഷൻ കൂടിയേ തീരും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചു, ഇപ്പൊ ബുദ്ധിസത്തെ പറ്റി നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൗര്യ സാമ്രാജ്യത്തെ പറ്റി പഠിച്ചു, ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒരു ചോദ്യം വന്നു, ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി ഒരു ചോദ്യം വന്നു. ഓപ്ഷനകത്ത് ചന്ദ്രഗുപ്തന്മാർ 3 എടുത്തിരിക്കുന്നത്: ചന്ദ്രഗുപ്ത മൗര്യൻ, ചന്ദ്രഗുപ്ത ഒന്നാമൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ. നിങ്ങൾ ഗുപ്ത പീരീഡും പഠിച്ചിട്ടുണ്ട്, മൗര്യ പീരീഡും പഠിച്ചിട്ടുണ്ട്. റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് മൗര്യനാണോ, ചന്ദ്രഗുപ്ത ഒന്നാമനാണോ, ചന്ദ്രഗുപ്ത രണ്ടാമനാണോ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യും? സംശയം വരും, അല്ലേ? വളരെ സിമ്പിളാണ്, ഒരേപോലെ പേരുള്ള ആളുകളാണ്. നിങ്ങൾ 2 സാമ്രാജ്യം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തില്ല? റിവൈസ് ചെയ്യാൻ മറന്നുപോയി ലാസ്റ്റ് നിമിഷം. അപ്പൊ ഇത് ഇന്നത് ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് ട്രാവലർ, ഉത്തരം അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് ട്രാവലർ വന്നത് ആരുടെ സമയത്താണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്താണോ, ചന്ദ്രഗുപ്ത ഒന്നാമന്റെ സമയത്താണോ, ചന്ദ്രഗുപ്ത രണ്ടാമന്റെ സമയത്താണോ, സമുദ്രഗുപ്തയുടെ സമയത്താണോ? ഞാൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഒരുപോലുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടികളാണെന്നെങ്കിൽ എന്ത് ചെയ്യും? തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് പഠിച്ച ഒരു ചോദ്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. അതിനു വേണ്ടി റിവിഷൻ യൂസ് ചെയ്യണം, റിവിഷൻ പ്രോപ്പർ ആക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ PYQ അനാലിസിസ് നടത്തി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ കണ്ടെത്തി, ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എഴുതി വെച്ച നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടോ, മാത്സ് റീസണിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് നമ്മൾ ഉപയോഗിക്കേണ്ട ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നു. മാത്സിനോ റീസണിങ്ങിനാണെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഉപയോഗിക്കാതെ സ്പീഡി ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്രത്തോളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജനറൽ അവയർനെസ് ആണെന്നുണ്ടെങ്കിൽ എത്ര വട്ടം നിങ്ങൾ ഷോർട്ട് നോട്ടിലൂടെ കടന്നു പോകുന്നു അത്രയും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, അല്ലേ? ആൻഡ് ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇതാണ് നിങ്ങൾ റിവിഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്ത എന്താ? നമ്മുടെ 3ാമത്തെ വജ്രം. ആദ്യത്തെ 2 നമ്മൾ കവർ ചെയ്തു, നമ്മൾ PYQ അനാലിസിസ് നടത്തി, റിവിഷൻ നടത്തിയ കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത സംഭവം എന്താ? മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം. എല്ലാ കുട്ടികളും വളരെ ലാഘവത്തോടുകൂടെ കാണുന്ന ഒരു സംഭവമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ചെയ്യുന്ന 2 കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന് എന്താണ്? ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള റിവിഷനും കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് അങ്ങ് നിർത്തും. ഫോർ എക്സാമ്പിൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തി, അപ്പൊ അതിനകത്ത് നിന്ന് ബുദ്ധിസം ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായി, ഗുപ്ത ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായി, മൗര്യ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? ഒരു റാങ്ക് ഫയൽ എടുത്തു. ഈ കാണുന്നത് ലൂസ് എൻഡിന്റെ ഒരു പേജാണ്. ലൂസ് എൻഡിനകത്ത് നിന്ന് ഞാൻ ഇൻഡെക്സ് നോക്കി, ഗുപ്ത പേജ് ഇത്രാമത്തെ പേജിനകത്താണ്. ഞാൻ എന്ത് ചെയ്യുന്നു? റാങ്ക് ഫയൽ എടുക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, അടച്ചു വെക്കുന്നു, കഴിഞ്ഞു. എൻ്റെ പഠിത്തം അവിടെ കഴിഞ്ഞു. ഇതിന്റെ അപ്ലിക്കേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചൈനീസ് ട്രാവലർ വന്നിട്ട് ഈ പറഞ്ഞ 4 രാജാക്കന്മാരിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യം കണ്ടാലേ നിങ്ങളുടെ തലച്ചോറ് അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യത്തെ 2ാമത്തെ സ്റ്റെപ്പിൽ അത് അവസാനിപ്പിച്ചു, മോക്ക് ടെസ്റ്റിലേക്ക് പോയില്ല. ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നിങ്ങൾ പഠിച്ചതും നിങ്ങൾ അനാലിസിസ് നടത്തിയതും ഒക്കെ വെറുതെ ചെയ്യരുത്. 2ാമത്തെ മിസ്റ്റേക്ക് എന്താ? 2ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് PYQ ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത്. അതൊരു പ്രത്യേക തരം നമുക്ക് എല്ലാവർക്കും സുഖം കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ YCT എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, ജനറൽ അവയർനെസിന്റെ RRBക്ക് വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചില കുട്ടികൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ, ഇപ്പൊ ഈ കാണുന്ന ഈ മൗര്യ നമ്പറിന്റെ 1ാമത്തെ ചോദ്യത്തിനകത്ത് അവിടെ അങ്ങനെ കയ്യാ വെക്കും. കൈ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് ഇതാണല്ലോ ഉത്തരം, ഇതിന്റെ ഉത്തരം ഞാൻ വിചാരിക്കുന്നു ബിന്ദുസാര. ശരിയാണല്ലോ, എനിക്ക് ഉത്തരം ശരിയായിട്ട് കിട്ടിയല്ലോ. നിങ്ങൾ വിചാരിച്ചതാണ്. നിങ്ങൾ എക്സാമിന് അറ്റ്മോസ്ഫിയറിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കീ അപ്പൊ തന്നെ കൈയോടെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? അതവിടെ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബിന്ദുസാരയാണോ ഈ പറഞ്ഞ ദശരഥയാണോ ചന്ദ്രഗുപ്ത രണ്ടാമനാണോ എന്നൊരു സംശയം വരും. തെറ്റിയാലോ? അത് തെറ്റില്ല. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ഞാൻ A അല്ലെങ്കിൽ B ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയിൽ നിങ്ങൾ അങ്ങനെ മുഴുകിയിരിക്കും. എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഈ ഒരു മിഥ്യാധാരണയിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതുകയും ചെയ്യും, പകുതി എണ്ണം തെറ്റുകയും ചെയ്യും. അപ്പോൾ 2ാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന PYQ ബുക്കുകൾ നോക്കിയിട്ട് ചോദ്യോത്തരം വായിച്ച് പഠിക്കുന്നത്. കാര്യമില്ല. മോക്ക് ടെസ്റ്റ് എടുക്കുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് പ്രോപ്പർ വേ? എന്താണ് ശരിയായിട്ടുള്ള വേ? ശരിയായിട്ടുള്ള വേ എന്ന് പറയുന്നത് പ്രോപ്പർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ എടുക്കാനായിട്ട് നോക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടുന്നോ അതൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കിന്റെ ഇത് കിട്ടും, ഒലിവ് ബോർഡിന്റെ കിട്ടും, നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും ടെസ്റ്റ് സീരീസ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് സീരീസുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, മാക്സിമം എക്സാമുകൾ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി 2ാമത്തെ വഴി എന്താ? അങ്ങനെ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റും.
ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക, വീണ്ടും ബാക്ക് ടു നമ്മുടെ ഷോർട്ട് നോട്ട്സിലേക്ക് ചെല്ലുക, ഞാൻ എവിടെയാണ് തെറ്റിച്ചതെന്ന് മനസ്സിലാക്കുക, ആ തെറ്റ് എന്ത് ചെയ്യുക, തിരുത്തുക, എന്ത് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, ലേൺ ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ ആവശ്യകത. മൂന്നാമത്തെ ഈ ഒരു ഭാഗം ഭൂരിപക്ഷം കുട്ടികൾ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു യാത്രയിൽ, ഈ ഒരു വിജയമന്ത്രത്തിൽ, നിങ്ങളുടെ സക്സസിലേക്കുള്ള യാത്രയിൽ മൂന്നാമത്തെ ഈ ഒരു സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. കാരണം ടൈം മാനേജ്മെന്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് എത്ര സമയമാണ് കിട്ടുന്നത്, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് മിക്സഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്, അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ആണെങ്കിൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീസണിംഗ് ആണെങ്കിൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയർ ആണെങ്കിൽ, നാലാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തായിരിക്കും, വീണ്ടും മാത്സ് ആയിരിക്കും, അല്ലെങ്കിൽ വീണ്ടും റീസണിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഈ രീതിയിൽ നിങ്ങളുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്യണം. ഇപ്പം നേരത്തെ കണ്ട റാങ്ക് ഫയലിലെ പ്രശ്നം എന്താ, അതെല്ലാം ഹിസ്റ്ററിയുടെ ചോദ്യം. ഇനി മാത്സിന്റെ ചോദ്യങ്ങൾ മാത്രമാണോ വരിക? അല്ല. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യണം, ബ്രെയിൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പോസ് ചെയ്ത് വെച്ചിട്ട് ചായ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് പോയി ഫോൺ വിളിച്ചിട്ട് വരാം, മെസ്സേജ് അയച്ചിട്ട് വരാം, ചെയ്യരുത്. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 90 മിനിറ്റിന്റെ പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഈ 90 മിനിറ്റ് ഈ പറയുന്ന എന്താ പറയുന്ന മേശപ്പുറത്തുനിന്ന് എഴുന്നേക്കാതെ ഇരുന്ന് ശീലിക്കുക. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ ട്യൂൺ ചെയ്യുന്നത്, എങ്ങനെയാണോ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്, അതേപോലെ ആയിരിക്കും അത് എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോഴും നിങ്ങൾ ബിഹേവ് ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്ന കുട്ടി, ഓക്കെ ഞാനൊരു ടോപ്പിക് വായിച്ചു, ബുദ്ധിസത്തെ പറ്റി പഠിച്ചു, 15 മിനിറ്റ് ഞാൻ പഠിച്ചു, 15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് വേണം, ഞാൻ വെള്ളം കുടിക്കാൻ പോയി. ഇതേപോലെ 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറും ബ്രേക്ക് ആവശ്യപ്പെടും. എവിടെ? എക്സാമിനേഷൻ ഹാളിൽ. ചെയ്യരുത്. 1.5 മണിക്കൂറാണെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞേ മേശപ്പുറത്ത് എഴുന്നേക്കാവൂ. ഇപ്പൊ തൊട്ട് ശീലിച്ചു തുടങ്ങാം. അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ അതിനോട് ഒരു എന്ത് ചെയ്യും, ഒന്ന് പൊരുത്തപ്പെട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടെസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പരീക്ഷയും ഇവാലുവേറ്റ് ചെയ്യുക. എവിടെ തെറ്റ് പറ്റി, എന്തുകൊണ്ട് തെറ്റ് പറ്റി, എത്ര തെറ്റുകൾ പറ്റി, അതിൽ എത്ര തെറ്റുകൾ എനിക്ക് ഒഴിവാക്കാമായിരുന്നു, ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ് എത്രത്തോളം ഉണ്ടായിരുന്നു, ഞാൻ റിവൈസ് ചെയ്യാത്തതിന്റെ പുറത്ത് എത്രത്തോളം മിസ്റ്റേക്സ് എനിക്ക് വന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. 1.5 മണിക്കൂറിന്റെ പരീക്ഷ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. എങ്കിലേ ആ പ്രോസസ്സ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് ഒരു വിജയിയും ഒരു പരാജിതനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ സ്റ്റേജിലാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളായിരിക്കും, രാവും പകലും ഇരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിലില്ല, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് പോകും. എത്ര പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. പല കുട്ടികളും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സാറേ രാവിലെ തൊട്ട് പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പല പരീക്ഷകളും ഈ പറഞ്ഞ പോലെ 1 മാർക്കിനോ 1/2 മാർക്കിനോ ഒക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. എൻ്റെ കാരണം എന്താ? ഇതുപോലെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് എവിടെ തെറ്റുകൾ പറ്റുന്നു എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് നമുക്കാണ് തെറ്റ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ചിൽ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അടുത്ത വട്ടം കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലേ? അപ്പോൾ ഇവാലുവേറ്റ് യുവർ ടെസ്റ്റ് പ്രോപ്പർലി. അങ്ങനെ ടെസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷുവർ ഷോട്ട്. ഇപ്പോൾ 100 ചോദ്യമുണ്ട്, 100 ചോദ്യത്തിൽ ഷുവർ ഷോട്ടായിട്ട് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ എത്രയുണ്ടെന്നുള്ളത് എഴുതി വെക്കുക. ഓക്കെ, 100 എണ്ണത്തിൽ ചിലപ്പോൾ മാത്സ് റീസണിങ് നോക്കുമ്പോൾ റീസണിങ്ങിൽ 30 എണ്ണത്തിൽ ചിലപ്പോൾ ഒരു 25 എണ്ണം നിങ്ങൾക്ക് ഷുവർ ഷോട്ട് കിട്ടുന്നതായിരിക്കും. മാത്സിൽ 30 എണ്ണത്തിൽ ചിലപ്പോൾ ഒരു 20 എണ്ണം ഷുവർ ഷോട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയായി? 25ഉം 20ഉം എത്ര മാർക്കായി? 45ആയി. ജനറൽ അവയർനെസ്സിൽ ഈ പറഞ്ഞ പോലെ 40 മാർക്കിൽ ഒരു 20 എണ്ണം എനിക്ക് ഉറപ്പായിട്ടും അറിയാവുന്നതാണ്. ഇന്ന് പറഞ്ഞാൽ എത്ര മാർക്കായി? 45ഉം 20ഉം 65 മാർക്കായി. അതായത് ഷുവർ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എഴുതാം. ജനറൽ അവയർനെസ്സിന് 25, ഓക്കെ. നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 ഷുവർ ഷോട്ട്. ഔട്ട് ഓഫ് 30 ആണ്, ഇത് ഔട്ട് ഓഫ് 40 ആണ്. ഇനി ജനറൽ മാത്സ് എന്ന് പറയുന്നതിന് 20 ഔട്ട് ഓഫ് 30 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കായി? ഓൾറെഡി 25ഉം 25ഉം 50ഉം 20ഉം 70 മാർക്കായി ഔട്ട് ഓഫ് 100. ചുരുങ്ങിയത് ഈ ജനറൽ അവയർനെസ്സിന് 25 മാർക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല, 20 മാർക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു 65 മാർക്ക് പ്രതീക്ഷിച്ചു. 65 മാർക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ചുരുങ്ങിയത്. ജനറൽ അവയർനെസ് 20 മാർക്ക് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ സയൻസ് അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും, കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് പഠിച്ചെത്താത്തവരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കോർ ടോപ്പിക്സ് ആയിട്ടുള്ള ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. കറണ്ട് അഫയേഴ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്ക് എത്തി എന്നുള്ളത് വിചാരിക്കാം. 65 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ഷോട്ട് കിട്ടേണ്ടതുണ്ടായിരുന്നു.
പക്ഷെ റിവൈസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് 50 എണ്ണമേ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി 15 പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന്, അല്ലേ? ഇവിടെയാണ് റിവിഷന്റെ ഈ പറയുന്ന പ്രസക്തി ഇരിക്കുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ഷുവർ ഷോട്ട് കിട്ടുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടണം, അതിനെന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. പിന്നെന്താണ് 50-50. ഓക്കെ, 2 ഓപ്ഷൻ വരെ എത്തിക്കാം. 2 എനിക്ക് അറിയാം ഉറപ്പായിട്ടും എന്താണ് തെറ്റാണെന്നുള്ളത്. ബാക്കി 2 എന്തായാലും ഈ 2 ഏതെങ്കിലും ഒന്നാണെന്നുള്ളത് ഉറപ്പാവുന്ന ചോദ്യം. അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങൾ എത്രയുണ്ട്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് എത്രയുണ്ട്, ഒഴിവാക്കിയത് എത്രയുണ്ട്? 3. ഒരു ഐഡിയ ഇല്ലാത്ത ചോദ്യങ്ങളുണ്ടായിരിക്കും, അത് എത്രയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇതിൽ ഷുവർ ഷോട്ട് കിട്ടുന്ന ചോദ്യങ്ങളുടെ പ്രശ്നം എന്താ, അത് എത്ര എണ്ണം അറിയാമായിരുന്നു, എത്ര എണ്ണം തെറ്റിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തണം. നിങ്ങൾക്ക് എത്ര ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ 30 100 ഉണ്ടാവുള്ളൂ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന്റെ എണ്ണം എന്ത് ചെയ്താൽ മതി, കൂട്ടി കൊണ്ടുവന്നാൽ മതി. ആ മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ എത്ര എണ്ണം നിങ്ങൾക്ക് ഷുവർ ഷോട്ട് അറിയുന്നുണ്ടായിരുന്നു, അതിൽ എത്ര എണ്ണം തെറ്റിച്ചു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി എടുക്കുക. 50-50 കേസിൽ എന്ത് ചെയ്യുക, അതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണം കൂട്ടുക എന്ന് പറയുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെയാണ് ഇപ്പോൾ മാത്സിലെ റീസണിങ്ങിലാണ് 50-50 ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റുക. പേപ്പറും പാനും തൊടാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കി ഒരുപാട് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓക്കെ ഇതിന്റെ ഉത്തരം ഇത് വരാനുള്ള യാതൊരു സാധ്യതയില്ലെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു ക്ലൂ ഇല്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഈ 2 എണ്ണം എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പൊ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 പോയിന്റ്സിനെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ വിജയമന്ത്രം, അതാണ് നിങ്ങളുടെ വിജയതന്ത്രം. ഇങ്ങനെയേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. രാവും പകലും പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കുന്നതിനകത്ത് എന്ത് ചെയ്യണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഈ 3 രത്നാസ് ഓഫ് യുവർ സക്സസിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അവിടെ എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മനസ്സിലാക്കി എടുക്കുക. രണ്ടാമത്തെ എന്താണ്, റിവിഷനകത്ത് നിന്ന് എന്താണ് ചെയ്യുന്നത്, അറിയാവുന്ന മാർക്കുകൾ കളയാതെ പഠിക്കുക, അത് ഉറപ്പുവരുത്തുക. അറിയാവുന്ന മാർക്കുകൾ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും. കാരണം എന്താ, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കുകയാണ്. ഈ ടോപ്പിക്ക് ഞാൻ പഠിക്കുന്നു, ഈ ടോപ്പിക്ക് ഞാൻ റിവൈസ് ചെയ്യും. എന്തുകൊണ്ട് റിവൈസ് ചെയ്യുന്നത്, കാരണം ഇത് ഇനി ചോദിച്ചാൽ ഞാൻ തെറ്റിക്കരുത്. അപ്പൊ അറിയാവുന്ന ഒരു മാർക്ക് പോലും കളയാതിരിക്കണം. പിന്നെന്താ, മോക്ക് ടെസ്റ്റിന്റെ പ്രസക്തി എന്താ, കൂടുതൽ അറിയാൻ. അപ്പോൾ നമ്മൾ പഠിക്കാത്തൊരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നാൽ അത് നമുക്ക് മോക്ക് ടെസ്റ്റ് ചോദ്യം കൊണ്ടാവും. ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഷോർട്ട് നോട്ടിൽ പോയി എഴുതി വെക്കുന്നു. കൂടുതൽ അറിയാൻ, തെറ്റുകൾ തിരുത്താൻ, എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത് തിരുത്താൻ, സമയത്തിന് പരീക്ഷകൾ എഴുതാൻ. പല കുട്ടികൾ ഇപ്പം നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ കുട്ടികളെ വിളിച്ച് പറയുന്നതാണ്, സാറെ ക്വസ്റ്റ്യൻസ് കാണാൻ പോലും പറ്റിയില്ല പലതും, അല്ലേ? അങ്ങനെ പറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു. പല ക്വസ്റ്റ്യൻസ് കാണാൻ പോലും പറ്റിയില്ല. പ്രത്യേകിച്ച് റീസണിങ് ഒക്കെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പ്രാക്ടീസ് ചെയ്യുക. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനോടൊക്കെ പൊരുത്തപ്പെടുക. അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ കാണുമ്പോൾ ഒരു പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞെട്ടാൻ നിൽക്കരുത്. അപ്പോൾ മാക്സിമം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മക്കളെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്, ചെയ്തേ പറ്റൂ. അത് നിങ്ങളുടെ വിജയമന്ത്രത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അത് നിങ്ങൾ എത്രത്തോളം ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുന്നോ നിങ്ങൾ എന്ത് ചെയ്യും, കടക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTPC ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മാസമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1 മാസം, 40 ദിവസമാണെങ്കിൽ 40 ദിവസം എന്ത് ചെയ്യുക, ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് അങ്ങ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ടൂൾസ് പോകുന്നുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ്, ഈ പറഞ്ഞ ഓറിയന്റേഷൻ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഇനി പഠിച്ചു തുടങ്ങിയാലും കിട്ടുമോ എന്നുള്ള ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇനി പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞാൽ ഒന്നേന്ന് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പോലെ ശ്രമിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വെച്ചിട്ടുള്ള ആളുകളാണ്, കുറെ കാലമായിട്ട് റിവൈസ് ചെയ്യാതിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സമയമുണ്ട്. ഈ ഉള്ള സമയം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ഒരു അനാലിസിസ് നടത്തി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.